Dear students, next question. ഈ ക്വസ്റ്റ്യനിൽ ഞാനായിട്ട് TS ഡയഗ്രാം വരയ്ക്കുന്നില്ല, നിങ്ങൾ സ്വയമേ വരയ്ക്കണം. കാര്യം നമുക്ക് അത്രയും സമയം പോകുന്നത് കൊണ്ടാണ്, സമയം കുറയ്ക്കാൻ വേണ്ടി ഞാൻ ഓൾറെഡി പേസ്റ്റ് ചെയ്തേക്കുന്നതാണ് TS ഡയഗ്രാം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. TS ഡയഗ്രാം സ്വയമേ വരച്ച് പഠിച്ചാൽ മാത്രമേ അത് മനസ്സിലാവൂ. മനസ്സിൽ നിൽക്കണം ഡയഗ്രാം. ഒരു ചെറിയ ഐഡിയ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, സോ ഡ്രോ ദ TS ഡയഗ്രാം ഫസ്റ്റ് യൂസിങ് all the data. Okay, അപ്പം first data ലേക്ക് പോവാം. An aircraft moving with a speed of 900 km per hour uses simple gas refrigeration cycle for air conditioning. ആ സിമ്പിൾ ഗ്യാസ് റെഫ്രിജറേഷൻ സൈക്കിൾ ആണ് കീവേഡ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കണം നമ്മൾ ഉപയോഗിക്കുന്ന സൈക്കിൾ സിമ്പിൾ ഗ്യാസ് റെഫ്രിജറേഷൻ സൈക്കിൾ ആണെന്നുള്ളത്. ഓക്കെ, തന്നേക്കുന്ന വെലോസിറ്റി ആണ് തന്നേക്കുക 900 km per hour. SI യൂണിറ്റിലേക്ക് ആക്കാം, മീറ്റർ പെർ സെക്കൻഡ് ആക്കാം, ഇൻറ്റു 5/18 ചെയ്ത് കഴിയുമ്പോൾ വിൽ ഒബ്റ്റെയിൻ 250 മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് ഫസ്റ്റ് ഡാറ്റ നമുക്കറിയാവുന്നത്. ഓക്കെ, പിന്നീട് ദ ആംബിയന്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ആർ 0.36 ബാർ ആൻഡ് -12 ഡിഗ്രി സെൽഷ്യസ് റെസ്പെക്റ്റീവ്ലി. എൻ്റെ എയർക്രാഫ്റ്റ് പുറമേ ഉള്ള എടുക്കുന്ന എയറിന്റെ പ്രഷറും ടെമ്പറേച്ചറും ആണ് 0.36 ബാർ ആൻഡ് -12 ഡിഗ്രി സെൽഷ്യസ്. അതായത് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് P1 ആംബിയന്റ് പ്രഷർ ആണ് P1 എന്നുള്ള പോയിന്റ്. ഇതാണ് കോൺസ്റ്റന്റ് പ്രഷർ ലൈൻ. സോ വി നോ ദ വാല്യൂ ഓഫ് P1 എത്രയാണ്? 0.36 ബാർ. and 0.36 bar, and T1 is also given. T1 is equal to -12 degree Celsius. അതിനെ Kelvin ആക്കുമ്പോൾ will obtain 261 Kelvin. So that is the first data given. And the pressure ratio of compressor is 5. അതായത് even though ഞാൻ പുറമേ ഉള്ള എയറിനെ എടുക്കുന്നു, ആ എയറിനെ റാം ചെയ്തിട്ട് എന്താക്കുന്നു, ഒരു ഹൈ പ്രഷറിലേക്ക് കൊണ്ടുവരുന്നു. അതായത് 1 to 2 എന്നുള്ളത് ഒരു റാമിംഗ് പ്രോസസ് ആണ്. ഈ റാമിംഗ് പ്രോസസ്സിനെ പറ്റി ഒന്നും ഇവിടെ പറയുന്നില്ല. പക്ഷെ ആകെ പറയുന്നത്, അടുത്തത് പറയുന്നത് ദ പ്രഷർ റേഷ്യോ ഓഫ് കംപ്രസർ ഈസ് 5 എന്നാണ്. പ്രഷർ റേഷ്യോ ഓഫ് കംപ്രസർ, അതായത് 3 എന്നുള്ള പ്രഷറിന്റെയും 2 എന്നുള്ള പ്രഷറിന്റെയും, 1 എന്നുള്ള പ്രഷർ അല്ല 2, 2ൽ നിന്ന് 3യിലേക്കാണ് കംപ്രഷൻ നടക്കുന്നത്. 1 to 2 റാമിംഗ് ആണ്, 2 to 3 കംപ്രഷൻ ആണ്. ആ കംപ്രഷന്റെ റേഷ്യോ ആണ് ഈ തന്നേക്കുന്നത്. സോ വി നോ P3/P2 is equal to 5. അത് മാത്രമേ നമുക്ക് അറിയുള്ളൂ, വേറെ ഒന്നും അറിയില്ല. We only know T1. ഓക്കെ, പിന്നീട് ഹീറ്റ് എക്സ്ചേഞ്ചർ എഫക്റ്റീവ്നെസ് ഈസ് 0.94. അതവിടെ നിൽക്കട്ടെ. Isentropic efficiencies of the compressor and expander are 0.82 each. അപ്പോൾ തന്നെ മനസ്സിലാക്കണം, നമുക്ക് വെർട്ടിക്കൽ ലൈനായിട്ട് 2 to 3ഉം 4 to 5ഉം കിട്ടില്ല. പകരം ഒരു ഒറിജിനൽ ലൈനായിട്ടുള്ള കേർവായിട്ട് നമുക്ക് ആക്ച്വൽ കേസിൽ കിട്ടുള്ളൂ. ഐഡിയൽ കേസ് ആയിരുന്നെങ്കിൽ 2 to 3 കിട്ടിയേനെ. പക്ഷെ നമുക്കൊരു ആക്ച്വൽ കേസ് ഉണ്ട് വേറെ, 2 to 3 സ്റ്റാറും 4 to 5 സ്റ്റാറും. സോ ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ എഫിഷ്യൻസി. അപ്പം നമുക്ക് 3 സ്റ്റാർ എന്നുള്ള എക്സ്ട്രാ പോയിന്റുമായി 5 സ്റ്റാർ എന്നുള്ള എക്സ്ട്രാ പോയിന്റുമായി. അടുത്തത് തന്നേക്കുന്നത് ക്യാബിൻ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ആർ 1.05 ബാർ ആൻഡ് 27 ഡിഗ്രി സെൽഷ്യസ്. ക്യാബിൻ പ്രഷർ എന്ന് വെച്ചാൽ നമ്മൾ എവിടെയാണോ സപ്ലൈ ചെയ്യുന്നത് അവിടുത്തെ പ്രഷർ നമുക്കറിയാം 1.05. അതായത് 5 എന്നുള്ള പോയിന്റിലെ പ്രഷർ അറിയാം 1.05 ബാർ. P5 തന്നെയാണ്, P5 സ്റ്റാർ, P6 എല്ലാം സെയിം ആയിരിക്കും. ഓക്കെ, അതും അറിയാം. അവിടുത്തെ ടെമ്പറേച്ചർ അറിയാം, അതായത് ക്യാബിനിൽ നിന്നും ഉള്ള ടെമ്പറേച്ചർ T6 നമുക്കറിയാം. T6 is 27. T6 is 27 degree Celsius, which will be 300 Kelvin. അതായത് ക്യാബിന്റെ പ്രഷറും ക്യാബിന്റെ ടെമ്പറേച്ചറും, ക്യാബിൻ ലീവ് ചെയ്യുന്ന 6 എന്നുള്ള പോയിന്റിലെ ടെമ്പറേച്ചർ P5 അല്ലെങ്കിൽ P6 രണ്ടും സെയിം ആണ്. P6. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടെമ്പറേച്ചേഴ്സ് ആൻഡ് പ്രഷേഴ്സ് അറ്റ് ഓൾ പോയിന്റ്സ് ഓഫ് സൈക്കിൾ 1, 2,
3, 3 4, 5, 5 6 എല്ലാം നമുക്ക് കണ്ടുപിടിക്കണം. കുറച്ചൊക്കെ നമുക്കറിയാം, ബാക്കിയെല്ലാം കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് തുടങ്ങാം. നമുക്ക് ഫസ്റ്റ് പോയിന്റിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. 1 എന്നുള്ള പോയിന്റിലെ ടെമ്പറേച്ചർ വി നോ, പ്രഷർ വി നോ, ബട്ട് വി ഹാവ് നോ ക്ലൂ അബൌട്ട് ദ ടെമ്പറേച്ചർ ഓർ പ്രഷർ ഓഫ് ദ സെക്കൻഡ് പോയിന്റ്. അതായത് എൻ്റെ എയർക്രാഫ്റ്റ് ആകാശത്തൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആംബിയന്റ് എയർ ഒരു ചെറിയ ഓപ്പണിങ്ങിൽ കൂടി അകത്തേക്ക് കയറുന്നു. അകത്തേക്ക് കയറി കഴിഞ്ഞിട്ട് ഒരു ഒബ്സ്ട്രക്ഷൻ വെച്ചേക്കുന്നു. ആ ഒബ്സ്ട്രക്ഷൻസിൽ വന്ന് ഹിറ്റ് ചെയ്യുന്നു. ആ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് തൊട്ട് മുമ്പുണ്ടായിരുന്ന വെലോസിറ്റി എനിക്കറിയാം 250 മീറ്റർ പെർ സെക്കൻഡ് ആണ്. കാര്യം എൻ്റെ എയറോപ്ലെയിൻ്റെ വെലോസിറ്റി 250 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതായത് എൻ്റെ എയറിൻ്റെ ഫസ്റ്റ് വെലോസിറ്റി എനിക്കറിയാം 250 മീറ്റർ പെർ സെക്കൻഡ്. അത് കുറച്ച് ഇതേ 250 മീറ്റർ പെർ സെക്കൻഡിൽ ഉള്ള എൻ്റെ ആ സ്പീഡിൽ വന്നുകൊണ്ടിരുന്ന എൻ്റെ എയർ എന്ത് സംഭവിക്കുകയാണ് അതിന്? അതൊരു ഒബ്സ്ട്രക്ഷനിൽ ഹിറ്റ് ചെയ്തിട്ട് V2 ഫൈനൽ വെലോസിറ്റി 0 ആയിട്ട് മാറി എന്ന് അസ്യൂം ചെയ്യുക. കാര്യം ഒരു ഒബ്സ്ട്രക്ഷനിൽ ഹിറ്റ് ചെയ്യുമ്പോൾ ഹൈ വെലോസിറ്റിയിൽ വന്നത് ഫുള്ള് പ്രഷർ അവിടെ കൊടുത്തിട്ട് വെലോസിറ്റി ഇല്ലാണ്ടായി പോകുന്നു. സോ V1 250 മീറ്റർ പെർ സെക്കൻഡ്, V2 0 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജിയുടെ ഒരു ചേഞ്ച് ഉണ്ട്. V1 വെലോസിറ്റിയിൽ പോകുമ്പോൾ ഉള്ള കൈനറ്റിക് എനർജി ഉണ്ട്, V2 വെലോസിറ്റിയിൽ പോയപ്പോൾ ഉള്ള കൈനറ്റിക് എനർജി ഉണ്ട്. ഈ രണ്ട് കൈനറ്റിക് എനർജിക്ക് തമ്മിലുള്ള എനർജി ലോസ് എന്ന് പറയുന്നത് എന്തായിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക? ഹീറ്റ് ആയിട്ട് പോയിട്ടുണ്ടെന്ന് അസ്യൂം ചെയ്യുക. അതായത് എൻ്റെ V1 വെലോസിറ്റിയിൽ വന്ന എയർ 0 വെലോസിറ്റി ആയപ്പം അവിടെ ഒരു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഉണ്ടായി. ഈ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി തന്നെയാണ് എന്ത്? എനിക്കവിടെ നഷ്ടപ്പെട്ട ഹീറ്റ് ഡിസിപ്പേറ്റഡ്. ഇതാണ് എനിക്കവിടെ നഷ്ടപ്പെട്ട ഹീറ്റ്, എൻ്റെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. എൻ്റെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എനിക്ക് എങ്ങനെ എഴുതാം? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ അറിയാം, half mv². സോ m into v1 എന്ന് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നു, v1 സ്ക്വയർ ഡിവൈഡ് ബൈ 2. അതാണ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി മൈനസ് 0. കാര്യം v2 0 ആണ്. സോ mv1 സ്ക്വയർ ബൈ 2 മൈനസ് 0. ഇത് തന്നെയാണ് എന്ത്? ഹീറ്റ് ഡിസിപ്പേറ്റഡ്. ഒന്ന് ശ്രദ്ധിക്കുക, 1 to 2 എന്നുള്ളത് ഐസെൻട്രോപിക് പ്രോസസ് ആണ്. അവിടെ ഐസെൻട്രോപിക് പ്രോസസ് ആണ്. അവിടുത്തെ ഹീറ്റിന്റെ ചേഞ്ച് എന്ന് വെച്ചാൽ എന്തായിരിക്കും? m into Cp into delta T. ഡെൽറ്റ ടി എന്ന് പറയുന്നത് T2 എന്നുള്ള ടെമ്പറേച്ചറും T1 എന്നുള്ള ടെമ്പറേച്ചറും തമ്മിലുള്ള വ്യത്യാസം. T2 minus T1. That will be mCp T2 minus T1. ഇതെന്തിനാണ് നമ്മൾ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ നമുക്ക് T1 അറിയാം, പക്ഷെ T2 അറിയില്ല. ഈ m കൂടെ ക്യാൻസൽ ആയി പോകും. V1 ന്റെ വാല്യൂ അറിയാം. സോ വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് T2 if we know the value of T1. So T2 can be written as T1 plus V1 into V1 divided by 2. Okay. ഇല്ല, ഇതിലൂടെ നമുക്കൊരു Cp എന്നൊരു ടേമും കൂടെ വരും. 2 into Cp. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഇവിടുത്തെ കിലോഗ്രാം ഇൻറ്റു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ നമുക്കറിയാം ന്യൂട്ടൺ ആണ്. ഇവിടെ കിലോഗ്രാം കിലോ ജൂൾ പെർ കിലോഗ്രാം, ഇവിടെ കിലോ ജൂളും ആണ്, ഇവിടെ കിലോ ന്യൂട്ടണും ആണ്. അത് തമ്മിലുള്ള കൺവേർട്ട്മെന്റ് അങ്ങനെയല്ല, സോറി. ഓക്കെ, നമുക്ക് Cp കിലോ ജൂൾസ് പെർ കിലോഗ്രാം കെൽവിനിലാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുക ജൂളിലായിരിക്കും, ന്യൂട്ടൺ മീറ്റർ ആയിരിക്കും ഇവിടെ നമുക്ക് കിട്ടുന്നത്. സോ ആ ഒരു കൺവേർഷൻ ഫോർമുല, അതായത് ഇവിടെ ജൂളും ഇവിടെ കിലോ ജൂളും വന്നിട്ടുണ്ട്, ആ കൺവേർഷനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു
1000 എന്നുള്ള ഇക്വേഷൻ ഇങ്ങോട്ട് എഴുതുക. സോ വി ഗെറ്റ് ദ ഫൈനൽ ഇക്വേഷൻ ആസ് T2 is equal to T1 plus V1 square by 2Cp into 1000. ഈ 1000 എന്നുള്ളത് കിലോ ജൂൾസ് ജൂൾ കൺവേർഷന് വേണ്ടി എഴുതിയേക്കുന്നതാണ്. ഓക്കെ, കുറച്ചുകൂടെ ഭംഗിയായിട്ട് എഴുതണം എന്ന് എനിക്ക് തോന്നുന്നു. T2 is equal to T1 plus V1 square divided by 2Cp, 2 into 1000 ചെയ്തപ്പോൾ 2000 Cp എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, so we get the equation as T2 is equal to T1 plus V1 square by 2000 Cp. From this we know T1 and V1. V1 is 250 meter per second. T1 is, we know, 261 Kelvin. So we can find the value of T2, and T2 will come around 292 Kelvin. ഇതോടെ നമുക്ക് സെക്കൻഡ് പോയിന്റിലെ ടെമ്പറേച്ചർ കിട്ടി. Okay, second point temperature അറിയാം T2, and also we know the pressure ratio P2 by P1 is also known. So we can find the value of T3 using the PT relations between 2 and 3. അതായത് T3 divided by T2 is equal to P3 by P2 all raised to n minus 1 divided by 10. ഈ ഒരു റിലേഷൻസിൽ നമുക്ക് T2 അറിയാം, P3 by P2 ന്റെ വാല്യൂ അറിയാം 5, n ന്റെ വാല്യൂ അറിയാം നമുക്ക്, ഗാമ is equal to 1.4. ഈ ഗാമ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന n. ഓക്കെ, അതിൽ കൺഫ്യൂസ്ഡ് ആവരുത്. ഗാമ എനിക്ക് എഴുതാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിവിടെ n എന്ന് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ n ന്റെ വാല്യൂ അറിയാം 1.4. സോ ഫ്രം ദിസ് വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് T3 as P3 is unknown. P3 as 0.533 bar. So once we have the P3, we know what is P3 by what we found out now. 1, 2 and P3. P3 is known. Okay, one second. നമ്മൾ കണ്ടുപിടിക്കുന്നത്, I'm sorry. Yeah, fine. T3 by T2. T2 ന്റെ വാല്യൂ നമുക്കറിയാം, but T3 is unknown. P3 യുടെ വാല്യൂ, P3 by P2 യുടെ വാല്യൂ, T3 and T2 is unknown. One second. Yeah, fine. T3 is unknown, T2 is known, P3 by P2 is also known. So we can find the value of T3. T3's value will come around 462.4 Kelvin. Okay, okay. T3 യുടെ വാല്യൂ കിട്ടി. We didn't find P2, right? Okay. ഓക്കെ, നമുക്കിപ്പോൾ നമുക്ക് P1 അറിയാം, P2 പക്ഷെ അറിയില്ല. അതായത് 1 to 2 തമ്മിൽ നോക്കിയാൽ P1 അറിയാം, P2 അറിയില്ല. We know T2 and T1. അതായത് 1 to 2 എന്നുള്ള പോയിന്റിലെ ടെമ്പറേച്ചേഴ്സ് രണ്ടും അറിയാം, P1 എന്നുള്ള പ്രഷറും അറിയാം. സോ വി ക്യാൻ ഫൈൻഡ് P2 യൂസിങ് ദ സെയിം റിലേഷൻ. അതായത് T2 by T1 is equal to P2 by P1 all raised to minus 1 divided by n. From this we know T2 and T1 and also P1 and n. So we can find the pressure P2.
P2 will become around 0.533 bar. അങ്ങനെ എനിക്ക് 1 എന്നുള്ള പോയിന്റും 2 എന്നുള്ള പോയിന്റും 3 എന്നുള്ള പോയിന്റിലെ പ്രഷറും കിട്ടി. നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് 3 എന്നുള്ള പോയിന്റിലെ ടെമ്പറേച്ചർ നമുക്ക് കിട്ടി. 1, 2, 3 പോയിന്റ് ക്ലിയർ ആയി. ഇനി നമുക്ക് 3 ഡാഷിലേക്ക് ശ്രദ്ധിക്കണം. 3 ഡാഷിലേക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമുക്ക് ദ എഫിഷ്യൻസി ഓഫ് ദ കംപ്രസർ ഈസ് given. എഫിഷ്യൻസി ഓഫ് ദ കംപ്രസർ ആണെങ്കിൽ ആദ്യമേ ഗ്രാഫിലേക്ക് നോക്കുക ഇൻസ്റ്റെഡ് ഓഫ് ബൈ ഹാർട്ടിങ് ദ ഇക്വേഷൻസ്. 3 minus 2 temperature T3 minus T2 which will be less than T3 dash minus T2. Efficiency എപ്പോഴും 1നേക്കാൾ കുറവായിരിക്കും 0.82. So we can frame the equation as T3 minus T2 whole divided by T3 dash minus T2 and we can substitute to 0.82. So efficiency 0.82 is equal to T3 minus T2 all divided by T3 star T3 dash nu പറയാൻ T3 star ഉപയോഗിക്കുകയാണ് T2. Okay, so from this we know T3 and T2, we know 0.82. we can find T3 star. From this we can find T3 star and it will come around 499.8 Kelvin. അപ്പോൾ T3 സ്റ്റാർ എന്നുള്ള പോയിന്റും കിട്ടി. അടുത്ത നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 4 എന്നുള്ള പോയിന്റ്. 3 ആയി, 3 സ്റ്റാർ ആയി, അടുത്തത് 4. ഇവിടെയാണ് ഹീറ്റ് എക്സ്ചേഞ്ചർ വന്നേക്കുന്നത്. ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താണ്? 3 ഡാഷ് എന്നുള്ള പോയിന്റിൽ നിന്നും 4ലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തു, 4 എന്നുള്ള പോയിന്റിലേക്ക് കൂൾ ചെയ്തു. അതിന്റെ എഫക്റ്റീവ്നെസിന്റെ ഇക്വേഷൻ നമുക്കറിയാം. effectiveness of heat exchanger, എത്രത്തോളം ഹീറ്റ് റിജക്റ്റ് ചെയ്തു അതിന് എത്രത്തോളം വർക്ക് ഇൻപുട്ട് ചെയ്തു. വർക്ക് ഇൻപുട്ട് എത്രത്തോളം ഹീറ്റ് റിജക്റ്റ് ചെയ്തു ബൈ എത്രത്തോളം വർക്ക് ഇൻപുട്ട് ചെയ്തു. എത്ര ഹീറ്റാണ് നമ്മൾ റിജക്റ്റ് ചെയ്തത്? 3യിൽ നിന്നും 4ലേക്ക് MCP T3 minus T4 നമ്മൾ റിജക്റ്റ് ചെയ്തു. എടുത്ത വർക്ക് എന്ന് വെച്ചാൽ MCP T3 minus T3 dash minus T2. So the equation MCP രണ്ടും cancel ആയപ്പോൾ the equation will come as T3 minus T3 dash minus T4 all divided by T3 star minus T2. Okay, so effectiveness we know. Effectiveness is equal to 0.94. The other T3 star is known, T4 is unknown, T2 is known. So we can find the value of T4. T4 will be 304.4 Kelvin. So temperature 4 is also known. ഇനി 5 എന്നുള്ള പോയിന്റിൽ നമുക്ക് തന്നേക്കുന്നത് പ്രഷർ അറിയാം 1.05 ബാർ. വേറെ ഒന്നും നമുക്ക് അറിയില്ല. നമുക്ക് പ്രഷർ ഡിഫറൻസ് അറിയാം. P4 നമ്മളിപ്പോ കണ്ടുപിടിച്ചു, P3 കണ്ടുപിടിച്ചു, P2 അറിയാം. P2ൽ നിന്ന് നമുക്ക് P3 കണ്ടുപിടിക്കാൻ കാര്യം നമുക്ക് പ്രഷർ ratio അറിയാം. P3 by P2 is 5. So P2, once we know the P2, we can easily find out the value of P3. P3 is equal to P2 into 5. P3 value will be 2.665 bar. So we know P3 and we know P5. The pressure ratio we know.
and temperature at the point 4 also we know. Again we use the PT relations. T final T5 divided by T4 is equal to P5 by P4 all raised to minus 1 divided by n. Okay, T5 T4 T4 നമുക്ക് അറിയാം, നമ്മളിപ്പോൾ കണ്ടുപിടിച്ച T4 വാല്യൂ 304.4. P5 by P4 P5ന്റെ വാല്യൂ അറിയാം, P4ന്റെ വാല്യൂ അറിയാം. P5ന്റെ വാല്യൂ ആണ് 1.05. P4 we just found out P4 തന്നെയാണ് P3. P3 is equal to 2.665. So we know everything except T5, and from here we can find the value of T5 and it will come around to 33.2 Kelvin. So T5 is also known. അടുത്തത് T5 ആയി P5 ആയി. T5 സ്റ്റാർ കണ്ടുപിടിക്കുക. T5 സ്റ്റാർ കണ്ടുപിടിക്കാൻ again നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഐസെൻട്രോപിക് എഫിഷ്യൻസി ഓഫ് ദ എക്സ്പാൻഡർ അല്ലെങ്കിൽ ടർബൈൻ. സോ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ, ഇവിടെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ വരുമ്പോൾ ലോവർ വാല്യൂ ഡിവൈഡ് ബൈ ഹയർ വാല്യൂ. 4 to 5 സ്റ്റാർ ആണ് ലോവർ, 4 to 5 ആണ് ഹയർ. സോ ലോവർ വാല്യൂ ന്യൂമറേറ്ററിൽ വരും T5 star divided by higher value T4 minus T5. ഇതാണ് നമുക്കറിയാവുന്ന എഫിഷ്യൻസി. എഫിഷ്യൻസിയുടെ വാല്യൂ 0.82. And again we know the value of T4 and T5. From there we can find T5 star, and T5 star will be 246 Kelvin. And finally we know the value of T6. So ഇതുവരെ നമ്മൾ ചെയ്തത് എല്ലാ പ്രഷേഴ്സ് ആൻഡ് ടെമ്പറേച്ചർ കണ്ടുപിടിച്ചു. P1 നമുക്കറിയാം, T1 നമുക്കറിയാം, രണ്ടും തന്നിട്ടുണ്ട്. P2 by P1 വേണ്ടി T2 ആദ്യം കണ്ടുപിടിക്കണം. ആ T2 കണ്ടുപിടിക്കാൻ വേണ്ടി റാമിംഗ് എഫക്റ്റിൽ നമ്മൾ ഇക്വേഷൻ എഴുതി. ലോസ് ഓഫ് കൈനറ്റിക് എനർജി ഈസ് ദ ഹീറ്റ് അബ്സോർബ്. അതുകൊണ്ട് ഹീറ്റും കൈനറ്റിക് എനർജിയും കൂടെ ഇക്വേറ്റ് ചെയ്ത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയും കൂടെ. അപ്പോൾ എനിക്ക് T2 കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു റിലേഷൻ we found out, and from that we determined T2. So T2 we obtained, and from 1 to 2 we use the PT relations because of the adiabatic compression process ആണ്. So using that we found the value of P2. ആ P2 ൽ നിന്ന് P3 by P2 വെച്ച് കണ്ടുപിടിച്ചു. ഐസെൻട്രോപിക് എഫിഷ്യൻസി ഓഫ് ദ കംപ്രസർ വെച്ച് 3' കണ്ടുപിടിച്ചു. പിന്നെ നമ്മുടെ എഫക്റ്റീവ്നെസ് വന്നിട്ടുണ്ട് ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ, അതിന്റെ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് T4 കിട്ടി. again P4 നമുക്ക് ഇവിടുന്ന് കംപ്രഷൻ റേഷ്യോ വെച്ച് ഡിറ്റർമിൻ ചെയ്തു. 4ന്റെ ഒന്ന് 5ഉം 5 സ്റ്റാറും എഫിഷ്യൻസി വെച്ച് കണ്ടുപിടിച്ചു. ഇതോടെ നമ്മുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. വി ഫൗണ്ട് ഔട്ട് ദ ടെമ്പറേച്ചേഴ്സ് ആൻഡ് പ്രഷേഴ്സ് അറ്റ് ഓൾ പോയിന്റ്സ് ഓഫ് ദ സൈക്കിൾ. അടുത്ത കണ്ടുപിടിക്കുന്നത് വോളിയം ഫ്ലോ റേറ്റ്സ് ത്രൂ ദ കംപ്രസർ ഇൻലെറ്റ് ആൻഡ് എക്സ്പാൻഡർ ഔട്ട്ലെറ്റ് ഫോർ 90 ടൺസ് റെഫ്രിജറേറ്റർ. എൻ്റെ കപ്പാസിറ്റി ആണ് തന്നേക്കുന്നത്. എൻ്റെ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ കപ്പാസിറ്റി തന്നിട്ടുണ്ട് 90 ടൺ. അതിനെ നമുക്ക് കിലോ വാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 3.9 ചെയ്യുക. സോ ഹൗ മച്ച് വിൽ ഗെറ്റ് 90 into 3.9 will be 351 kilowatt. So we know the refrigerating effect as 351 kilowatt. ഈ 351 kilowatt ആണ് എന്ത് നമ്മുടെ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ്. 5' നിന്നും 6 വരെയുള്ള ട്രാവലിൽ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ്, അതാണ് ഇത്രത്തോളം കിലോവാട്ട് അല്ലെങ്കിൽ ഇത്രയും കിലോ ജൂൾസ് പെർ സെക്കൻഡ് ആണ് നമ്മൾ 5' നിന്ന് 6ലേക്ക് പോകുമ്പോൾ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത്. സോ ദ ഇക്വേഷൻ ഈസ് m into Cp of
air into temperature T6 and T5 star. T6 minus T5 star. ഇത്രയാണ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. ഇത്രയും കിലോഗ്രാം പെർ സെക്കൻഡ് മാസാണ് എൻ്റെ എയർ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ക്യാബിനിൽ കൂടി ഒരു സെക്കൻഡിൽ യാത്ര ചെയ്യുന്നത്. സോ വി ക്യാൻ ഫൈൻഡ് എം. And m will be 0.646 kilograms per second. അതിനെ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതിയാൽ നമുക്ക് കിട്ടും 388 കിലോഗ്രാം പെർ മിനിറ്റ്. എന്തിനാണ് ഈ മാസ് കണ്ടുപിടിച്ചത് എന്ന് നോക്കുക. നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരുന്നത് വോളിയം ഫ്ലോ റേറ്റ് ത്രൂ ദ കംപ്രസർ ഇൻലെറ്റ് ആൻഡ് എക്സ്പാൻഡർ ഔട്ട്ലെറ്റ്. കംപ്രസർ ഇൻലെറ്റ് എന്ന് വെച്ചാൽ 2 എന്നുള്ള പോയിന്റ്, എക്സ്പാൻഡർ ഔട്ട്ലെറ്റ് എന്ന് പറയുമ്പോൾ 5 സ്റ്റാർ എന്നുള്ള പോയിന്റ്. ഈ 2 എന്നുള്ള പോയിന്റിലും 5 സ്റ്റാർ എന്നുള്ള പോയിന്റിലുമുള്ള വോളിയം ഫ്ലോ റേറ്റ്, എത്രത്തോളം എയർ ആണ് ഇതുവഴി പാസ് ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. വോളിയം ഓഫ് ദ എയർ. ഇനി നമ്മൾ അസംഷൻസ് എല്ലാം കൂടെ ഒന്നുകൂടെ കൺസിഡർ ചെയ്യാം. നമ്മൾ അസ്യൂം ചെയ്തതിൻ്റെ അകത്ത് നമ്മളൊരു ഐഡിയൽ ഗ്യാസ് ആയിട്ടാണ് എയറിനെ അസ്യൂം ചെയ്തത്. സോ വി ക്യാൻ യൂസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എനിവെയർ ഇൻ ദിസ് സിസ്റ്റം. സോ നമുക്ക് സെക്കൻഡ് പോയിന്റിൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ യൂസ് ചെയ്യാം. സോ ideal gas equation we know PV is equal to MRT at compressor inlet. Compressor inlet le P2 into V2 is equal to M2. Second point le mass flow rate M2. Okay, അത് കോൺസ്റ്റന്റ് ആയിരിക്കും. എയർ എന്തായാലും സെയിം ആയിരിക്കും. M into R, R into T, T at the second point, T2. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടുത്തെ വോളിയം ഫ്ലോ റേറ്റ് കിട്ടും. അതിനകത്തുനിന്ന് we know V2 is equal to M R T2 divided by P2. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ പ്രഷർ തന്നേക്കുന്നത് ബാറിലാണ്. അതിനെ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആക്കാൻ ഇൻറ്റു 10⁵ കൂടെ ചെയ്യുമ്പോൾ നമുക്ക് V2 കിട്ടും കിലോഗ്രാംസ്. മാസ് നമ്മൾ എഴുതിയേക്കുന്നത് കിലോഗ്രാം പെർ സെക്കൻഡിൽ, അതായത് 0.646 കിലോഗ്രാം പെർ സെക്കൻഡ് അല്ലെങ്കിൽ 388 കിലോഗ്രാം പെർ മിനിറ്റ്. നമുക്ക് വേണ്ട വോളിയം പെർ മിനിറ്റ് ആണ് കാണേണ്ടതെങ്കിൽ മാസിന്റെ അവിടെ 388 കിലോഗ്രാം പെർ മിനിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻഡ് P2ന്റെ അവിടെ പ്രഷർ ബാറിനെ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആക്കി കൺവേർട്ട് ചെയ്യുക. ഞാൻ പെർ സെക്കൻഡ് ആണ് എഴുതുക. മാസ് ഫ്ലോ റേറ്റ് 388 കിലോഗ്രാം പെർ മിനിറ്റ് ഇൻറ്റു ആറിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.287 ഇൻറ്റു ടെമ്പറേച്ചർ at the second point T2. T2 is given as 292 all divided by pressure. P2 is given as 0.533 bar. So to convert that, we'll multiply it by 10 raised to 5. സോ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ വോളിയം കിട്ടും അറ്റ് ദ സെക്കൻഡ് പോയിന്റ്. അതിന്റെ വാല്യൂ വരുന്നത് will be somewhere around 610 meter cube per minute. ഇത്രയാണ് 610 മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് വോളിയം ആണ് ഇതിന്റെ കംപ്രസർ ഇൻലെറ്റിൽ കൂടി പാസ് ചെയ്യുക. അടുത്തത് കണ്ടുപിടിക്കേണ്ടത് എക്സ്പാൻഡർ ഔട്ട്ലെറ്റ്, അതായത് 5' എന്നുള്ള പോയിന്റിലെ സെയിം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. P5 star into P5 star സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് into V5 star
is equal to m r T5 star. അതിൻ്റെ അകത്ത് നമുക്ക് equal obtain V5 star അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, പ്രഷറിനെ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആക്കുക. അപ്പോൾ മാത്രമേ യൂണിറ്റ്സ് എല്ലാം സെയിം ആവുകയുള്ളൂ. സോ V5 star will come around 260 meter cube per minute. Meter cube per minute. ഇതാണ് നമ്മുടെ volume at different location. So we found everything we needed. We found the volume at the exit of the expander and inlet of the compressor. We found pressures and temperatures at all salient points. That is how you attend a question in refrigeration and air conditioning. ആദ്യം ടി എസ് ഡയഗ്രാം വരയ്ക്കുക, ഗ്രാഫ് കറക്റ്റ് ആയിട്ട് വരയ്ക്കുക, കർവ് കറക്റ്റ് ആയിട്ട് വരയ്ക്കുക. അതിനുശേഷം തന്നേക്കുന്ന ഓരോ വാല്യൂവിനെയും ഇന്റർപ്രറ്റ് ചെയ്യുക, അതിൽ നിന്ന് കൺക്ലൂഷനിലെത്തുക, കണ്ടുപിടിക്കാനുള്ള എല്ലാം കണ്ടുപിടിക്കുക. ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തന്നെ 900 km/h എയർക്രാഫ്റ്റിന് സ്പീഡ് വന്നിട്ടുണ്ട്. സോ ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, അതിനെ നമ്മളൊരു റാമിങ്ങിൽ കൂടി കയറുന്ന സമയത്ത് ഒരു ഒബ്സ്ട്രക്ഷൻ വെക്കുകയാണെന്ന് ഞാൻ ബേസിക്കലി പറയും. സോ ആ ഒബ്സ്ട്രക്ഷനിൽ വന്ന് ഇടിക്കുമ്പോൾ കൈനറ്റിക് എനർജി 0 ആയിരിക്കും. അവിടെ ഒരു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഉണ്ടാകുന്നു. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയുടെ യൂണിറ്റ് തന്നെ നമുക്കറിയാം, ജൂൾ ആണ്. ആ എനർജി ആയ ജൂള് എന്തായിട്ടാണ് മാറിയത്? എനിക്ക് അവിടെ ഹീറ്റ് ആയിട്ടാണ് മാറിയത്. ആ ഹീറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, mCp ΔT. ആ mCp ΔTയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ആ ടെമ്പറേച്ചർ ചേഞ്ച് കിട്ടി, T2 മൈനസ് T1. അതിൻ്റെ അകത്തുനിന്ന് T2നെ T1നെ തമ്മിൽ റിലേറ്റ് ചെയ്തൊരു റിലേഷൻ നമുക്ക് കിട്ടും. സോ ഫ്രം ദാറ്റ് വി ക്യാൻ ഫൈൻഡ് T2. പിന്നെ ആസ് യൂഷ്വൽ മുമ്പോട്ട് പോവുക. ഏറ്റവും അവസാനം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഉപയോഗിച്ച് ഓരോ വോളിയമും കണ്ടുപിടിക്കുക. സോ ദാറ്റ് ഈസ് ദ second question from simple air refrigeration cycle. Thank you.